ബൈ ബർത്ത് നടക്കത്തില്ല. അപ്പം അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. സെറിബ്രൽ പാൾസിയൊക്കെയാണ്, നടക്കത്തില്ല, മുട്ടിൻ്റെ താഴോട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ അവളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ കാണിക്കാൻ പോവാറ്. അപ്പം അവളെ കാണിക്കാൻ പോകുമ്പോൾ അവൾക്ക് ഒരു വർഷം മുന്നേ ഒരു സർജറി കഴിഞ്ഞായിരുന്നു. ന്യൂറോ സർജൻ ആയിരുന്നു, തലച്ചോറിനൊക്കെ ആയിരുന്നു. അപ്പോൾ അവളിങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്നോട് പറയും, നീ ഒരു ന്യൂറോ സർജൻ ആവും, നല്ല സ്കോപ്പാണ്, നീ അതായിക്കോ, നീ ഒരു ഡോക്ടറാവ്, നിന്നൊരു വൈറ്റ് ബോട്ടിൽ കാണണം, സ്റ്റെതസ്കോപ്പിൽ കാണണം എന്നൊക്കെ. അപ്പോൾ അവക്കും കൂടി അവളുടെയും കൂടെ ഒരു ആഗ്രഹമാണ് ഞാൻ ഡോക്ടർ ആവണമെന്ന്. സത്യം പറഞ്ഞാൽ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്. അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ ഒരു ഡോക്ടേഴ്സും ഇല്ല, ഞാനായിരിക്കും മേ ബി ആദ്യത്തെ ഡോക്ടർ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. അമ്മാന് പറഞ്ഞ പോലെ ഞാനും ആദ്യമായിട്ടാണ് സ്റ്റേജിൽ. അതിൻ്റെ ടെൻഷനുണ്ട്, കൈ കണ്ടാൽ അറിയാൻ വിറക്കുന്നുണ്ട്, കാലും. സോ എന്നോട് അനീഷ് സാറ് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് നമ്മുടെ കഷ്ടപ്പാടൊക്കെ വന്ന് പറയണം എന്നാണ്. സത്യം പറഞ്ഞാൽ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്. അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം മ്യൂസിക് കേൾക്കാനും ഫിലിം കാണാനും സീരീസൊക്കെ കാണാനും നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പം അതൊക്കെ ഒഴിവാക്കി വരാമെന്ന് പറയുന്നത് അത്ര ഇമ്പോസിബിൾ അല്ല. പക്ഷെ അതൊക്കെ ഞാൻ ഒഴിവാക്കി ഒരു വർഷം അതൊക്കെ മാറ്റി വെച്ച് വീട്ടിൽ പോകുമ്പോൾ മാത്രമായിരിക്കും ഞാൻ ഈ പാട്ട് കേൾക്കുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ 2 തവണ എങ്ങാനും വീട്ടിൽ പോയിട്ടുള്ളൂ. ക്രിസ്മസ് വെക്കേഷനും പൂജ വെക്കേഷനും മാത്രമേ പോയിട്ടുള്ളൂ. എൻ്റെ വീട് മലപ്പുറത്താണ്. അപ്പോൾ ട്രാവൽ ചെയ്ത് പോവാം, അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ പാരൻസിനെ കാണാനാണെങ്കിൽ അതും ഭയങ്കര മിസ്സിങ് ആയിരുന്നു. വീട് വിട്ട് വരിക, വീട്ടിലത്തെ ഫുഡ്, പ്രത്യേകിച്ച് ഉമ്മാൻ്റെ ബീഫ്, അതൊക്കെ ഞാൻ നല്ല മിസ് ചെയ്തു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ബീഫ് കിട്ടാത്തത് വലിയ പ്രോബ്ലം ആയിരുന്നു. മലബാർ ഏരിയ, അവിടുന്ന് വരുന്ന അവിടുത്തെ ഫുഡ് എല്ലാവർക്കും അറിയാം. മലബാർ ഏരിയത്തെ ഫുഡൊക്കെ മിസ് ചെയ്യുക, അതായിരുന്നു മെയിൻ. ഇവിടുത്തെ എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര ഫുഡിയാണ്. സാറ് തന്നെ പറയും നിനക്ക് ബീഫിൻ്റെ പ്രോബ്ലം ആണെന്നൊക്കെ. സോ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെച്ച് ഞാൻ പഠിച്ചു, ഇവിടെ വരെ എത്തി. അതിനാദ്യം ദൈവത്തോട് നന്ദി. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും, ക്ലാസ് സാറ്, സെൻട്രൽ കോർഡിനേറ്റർ, ഡയറക്ടർ സാറ്, സ്റ്റീഫൻ സാറ് എല്ലാ ആഴ്ചയും വരുമായിരുന്നു. ഒരു ദിവസം വന്നിട്ട് ക്ലാസ്സിലോട്ട് കയറി വരും, എല്ലാം എന്ത് പറയുന്നു എന്ന് ചോദിച്ച്. അതൊക്കെ ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. സാറ് വന്നിട്ട് നിങ്ങളൊന്ന് ആത്മാർത്ഥമായി പരിശ്രമിച്ചേ, നിങ്ങളുടെ ഫുൾ എഫേർട്ട് ഇട്ടേ, അതൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു അത്. പിന്നെ സെൻട്രൽ കോർഡിനേറ്റർ അനീഷ് സാറിനെ ഒരു ബിഗ് താങ്ക് യു തന്നെ പറയണം. പുള്ളി എല്ലായിടത്തും ഉണ്ടായിരുന്നു. പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. 2 ഫോൺ കയ്യിൽ, എപ്പോഴും ഫോൺ കോള്, അങ്ങോട്ട് ഇങ്ങോട്ട്, ഫുൾ ബിസി ലൈഫ്. അതിനിടയിലും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ സാറ് വിട്ടുപോയിട്ടില്ല, ഞങ്ങളെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്ലാസ് സാറ് ബിബിൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറ് പൊളിയാണ്. സാറ് എൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ പുറത്ത് കാണിക്കാറില്ല, എന്ത് സങ്കടമായാലും. പക്ഷേ എൻ്റെ ഫേസ് കണ്ട സാറിന് മനസ്സിലാവും എൻ്റെ എക്സാമിൻ്റെ ഡൗൺ ആണോ, ഞാൻ എങ്ങനെയാണ് എൻ്റെ എക്സാം. സാറിന് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ എങ്ങനെ. എക്സാം കഴിഞ്ഞാൽ ഞാനൊരു ഇരുത്തമുണ്ട്. സിമ്പിളായിരുന്നെങ്കിൽ ഞാൻ കൂളായിരിക്കും, ടഫായിരുന്നെങ്കിൽ എൻ്റെ ഫേസ് കണ്ടാൽ സാറിന് മനസ്സിലാവും എക്സാം ടഫാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞ ഒരു 10-15 മിനിറ്റ് സാറ് പിടിച്ച് നിർത്തിയിട്ട് സാറിങ്ങനെ പറഞ്ഞു തരും, ഒരു എക്സാം അല്ലേ അത് വിട്, അടുത്ത എക്സാമിന് കയറാം, അടുത്ത എക്സാമിന് നന്നായിട്ട് പഠിക്കാം.
എന്താണ് മാർക്ക് കുറയാനുള്ള കാരണം, അതൊക്കെ ചോദിക്കും. ഞാനപ്പോൾ എൻ്റെ പോരായ്മകൾ പറഞ്ഞു കൊടുക്കും. സാർ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞുതരും. അങ്ങനെ ഞാനത് ഓവർകം ചെയ്യും. അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഉണ്ടാവുമോ എന്നറിയത്തില്ല, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളതെന്നാണ് കെയർലെസ് മിസ്റ്റേക്ക്. ഒരു എക്സാം കഴിഞ്ഞ് സൊല്യൂഷൻ നോക്കുമ്പോൾ ആയിരിക്കും ഞാൻ ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ ഇങ്ങനെയാണോ അത് എഴുതിയത്, ഞാൻ എന്ത് മണ്ടത്തര ചെയ്ത് ഇതുപോലെ അറിയാതെയാണോ വന്നേന്നൊക്കെ. അറിയാവുന്ന ക്വസ്റ്റ്യൻ തെറ്റിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമാണ്. അറിഞ്ഞിട്ട് തെറ്റിച്ചില്ലേ. അപ്പോൾ ഞാൻ ഏത് എക്സാം കഴിഞ്ഞാലും എനിക്കുണ്ടായിരുന്നു കെയർലെസ് മിസ്റ്റേക്ക്. അപ്പോൾ ഞാൻ സാറിനോട് പറയും, പിന്നെ വാർഡന്മാരോട് പറയും. വാർഡന്മാർ രേഷ്മ മിസ്സ്, സോണിയ മിസ്സ്, നിവ്യ മിസ്സ്, അനീറ്റ മിസ്സ്, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ രേഷ്മ മിസ്സ് എന്നോട് ചോദിക്കുമായിരുന്നു ഇങ്ങനെ, എന്താണ് കാരണം, തെറ്റാനുള്ള കാരണം. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു എന്താണ് എനിക്ക് പറ്റിയത്, ആ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് എനിക്ക് അറിഞ്ഞിട്ട് തെറ്റിച്ചതെന്ന് ഞാൻ ചിന്തിക്കും. പിന്നെ ഞാൻ കൂടുതൽ ചിന്തിച്ച് മനസ്സിലായി എനിക്ക് ഒരു ക്വസ്റ്റ്യൻ രണ്ടാമത് വായിക്കാൻ മടിയായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ വായിക്കുക, ഉത്തരം എൻ്റെ മൈൻഡിൽ ആദ്യം തോന്നുന്നത് എന്താണോ അത് കുത്തി ഞാൻ പോവും. പിന്നെ ഞാൻ സൊല്യൂഷൻ നോക്കുമ്പോൾ ആയിരിക്കും ചിന്തിക്കുന്നത്, രണ്ടാമതൊന്നുകൂടി വായിച്ചിരുന്നെങ്കിൽ ഉത്തരം ശരിയായേനെ. പക്ഷേ ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് കെയർലെസ് മിസ്റ്റേക്ക് കുറേ. പിന്നെ ഞാൻ മോക്ക് ടെസ്റ്റ് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ പറ്റില്ല, ഒന്നുകൂടെ കെയർഫുൾ ആവണം. എക്സാമിൻ ഒരു നീറ്റ് എക്സാം, ഫൈനൽ നീറ്റ് എക്സാം എഴുതുന്ന പോലെ അത്രയും കെയർഫുള്ളായിട്ട് എഴുതണം. അങ്ങനെ ഞാൻ എൻ്റെ കെയർലെസ് മിസ്റ്റേക്ക് കുറച്ചു. പിന്നെ ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഉറക്കം എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ച് പഠിച്ചൊന്നൊന്നല്ല, അത്യാവശ്യം ഉറങ്ങിയിട്ടുണ്ട്. പ്രോബ്ലം എന്ന് വെച്ചാൽ ബുക്ക് എടുത്തൊരു ഒരു മണിക്കൂറൊക്കെ മാക്സിമം, അപ്പോഴേക്കും ഉറക്കം വരും. അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു 5 മിനിറ്റ് കിടന്നിട്ട് പഠിക്കാം. അങ്ങനെ 5 മിനിറ്റ് കിടക്കാൻ പോവും. 5 മിനിറ്റ് 10 മിനിറ്റ് ആവും, 10-15 ആവും, അത് പിന്നെ 1 മണിക്കൂറാവും. അങ്ങനെ കുറേ ടൈം കളയും. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഉറക്കം ഒന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ പിന്നെ ലാസ്റ്റ് ടൈം ആയപ്പോൾ ഞാൻ റെഫറൻസിന് വരാൻ തുടങ്ങി. റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നോർമലി രാവിലെ വരുന്നു, പഠിക്കുന്നു അങ്ങനെ. പക്ഷെ റെഫറൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത് ഹോസ്റ്റൽ പഠനവും റെഫറൻസിലുള്ള പഠനവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ്. ഹോസ്റ്റലിലെന്ന് പറയുമ്പോൾ നമുക്ക് ഉറക്കം വന്നാൽ കയറി കിടന്നുറങ്ങാൻ നമ്മുടെ റൂമുണ്ട്, നമ്മുടെ ബെഡുണ്ട്, നമ്മുടെ പില്ലോ എല്ലാം ഉണ്ട്, നമ്മൾ കയറി കിടന്നുറങ്ങും. പക്ഷേ ഇവിടെ റെഫറൻസിന് വരുന്നത് ഉറങ്ങാൻ നമുക്ക് പറ്റത്തേ ഇല്ല. മിസ്സുമാർ നമ്മൾ ഉറക്കാൻ വിടത്തുമില്ല. മിസ്സുമാർ നമ്മളൊന്ന് കിടക്കുന്ന കണ്ടാൽ വരും, എന്താ കിടക്കുന്നത് ചോദിച്ചിട്ട്. ഉറക്കം വരുവാണെങ്കിൽ പോയി മുഖം കഴുകുക അങ്ങനെ പറയും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ റൂംമേറ്റാണ് ആൻസ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇന്ന് ഇവിടെ ഇരിക്കാൻ പറ്റി. ഞങ്ങളുടെ കമ്പൈൻ സ്റ്റഡി എല്ലാം ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ റൂംമേറ്റ്സിനോട് ചോദിക്കും. ഇനി നമുക്ക് 3 പേർക്കും കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ഫ്ലോറിലായിരുന്നു നൂർ ശമാന്യം. അപ്പോൾ ഞങ്ങൾ ആ ഫ്ലോറിൽ എല്ലാവരോടും ചോദിച്ച് ക്വസ്റ്റ്യൻ കിട്ടുന്നവരെ അതിന് പിന്നാലെ നടക്കും. ഇനിയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രൊഫസേഴ്സിനോട് ചോദിക്കും. പിന്നെ പ്രൊഫസേഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പ്രൊഫസേഴ്സിനോട് ഡൗട്ട് ചോദിച്ച് വലിയ ശീലമൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ബ്രില്യൻറ്റിൽ വന്നിട്ടാണ് തോന്നുന്നു പ്രൊഫസേഴ്സിനോട് ഡൗട്ട് ചോദിക്കുന്നത്. ടോബി സാറിൻ്റെ ഒക്കെ ക്ലാസ്സിലിരിക്കുമ്പോൾ സാറ് മറ്റേ LKG പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന പോലെ എടുക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും സാറെന്താ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ എടുത്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന്. സാറ് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ചുറ്റും കാണുന്ന എക്സാമ്പിള്, നമ്മൾ നടന്നുപോയ വഴി, അങ്ങനത്തെ എക്സാമ്പിൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ലൈബ്രറിയിലെ ആളുകൾ എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. ക്ലീൻ ചെയ്യാൻ വരുന്നവർ, മെസ് ഹാളിൽ ഫുഡ് തരുന്നവർ, സെക്യൂരിറ്റി, ക്യാൻറ്റീനിലെ ചേട്ടന്മാർ എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു നമ്മളോട്. ഞങ്ങൾ ആദ്യമൊക്കെ റെഫറൻസിന് വരുന്നത് എല്ലാവർക്കും ഒരുമിച്ച് പഫ്സ് കഴിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റെഫറൻസ് സീരിയസ് ആക്കി എടുത്ത അവസാനം കഷ്ടപ്പെട്ട് പഠിച്ചു. ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം. ഞാനിതുവരെ സ്കൂളിലിപ്പോൾ പഠിച്ചതിൽ ഇത്രയും പഠിച്ചിട്ടില്ല. എക്സാമിൻ്റെ തലേന്ന് പഠിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസം ഒരു
10-12 മണിക്കൂർ ഇരുന്ന് പഠിക്കണം, എല്ലാം കോൺസെൻട്രേഷൻ പോവാതെ നോക്കണം. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോൺസെൻട്രേഷൻ പോവാതെ നോക്കുന്നത് എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല, സത്യം പറയാം. കോൺസെൻട്രേഷൻ പോവും. ഫ്രണ്ട്സ് നമ്മൾ വർത്താനം പറയും. മിസ്സുമാർക്ക് തന്നെ അറിയാം, നമ്മളെ ഒരുപാട് തവണ പിടിച്ചിട്ടുണ്ട് വർത്താനം പറഞ്ഞിരുന്നതിന്. അത്യാവശ്യം ഞങ്ങൾ റിലാക്സ് ആയിട്ട് തന്നെയാണ് പഠിച്ചത്. പക്ഷെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫെയർവെല്ലിനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഫെയർവെല്ലിനൊന്നും ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. എനിക്ക് അത്യാവശ്യം സ്റ്റേജിൽ കയറാൻ പേടിയായിരുന്നു. ഇപ്പം എൻ്റെ വിറയലൊക്കെ മാറി എൻ്റെ സ്റ്റേജിൽ കയറാനുള്ള ധൈര്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രില്യൻ്റ് കൊണ്ടാണ്. എന്തെങ്കിലും ധൈര്യമായിട്ട് പറയാനുള്ളൊരു ഇത് തന്നത് എനിക്ക് ബ്രില്യൻ്റാണ്. എൻ്റെ പാരൻസ് ഉണ്ട്, അവരുടെ സപ്പോർട്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട്. എല്ലാവരും ഞാൻ വീട്ടിൽ പോകുമ്പോൾ ചോദിക്കും എന്തായി, പഠനമൊക്കെ എന്തായി. അപ്പോൾ ഞാൻ പറയും ഇത്തവണ ഇൻഷാ അല്ലാഹ് കയറണം, എല്ലാവരും പ്രാർത്ഥിക്ക്. അപ്പോൾ എല്ലാവരോടും ഞാൻ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു ഇത്തവണ എന്തായാലും കയറും, എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഇത്രയൊക്കെ പറ്റി. പിന്നെ എൻ്റെ നാട്ടുകാർ, എൻ്റെ വാപ്പ, താത്ത, അനിയത്തി. എനിക്കൊരു അനിയത്തി ഉണ്ട്, സുഖമില്ലാത്ത ആളാണ്, നടക്കത്തില്ല, ബൈ ബർത്ത് നടക്കത്തില്ല. അപ്പം അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. അവൾക്ക് സെറിബ്രൽ പാൾസിയൊക്കെയാണ്, നടക്കത്തില്ല, മുട്ടിൻ്റെ താഴോട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ അവളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ കാണിക്കാൻ പോവാറ്. അപ്പം അവളെ കാണിക്കാൻ പോകുമ്പോൾ അവൾക്ക് ഒരു വർഷം മുന്നേ ഒരു സർജറി കഴിഞ്ഞായിരുന്നു. ന്യൂറോ സർജൻ ആയിരുന്നു, തലച്ചോറിനൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്നോട് പറയും നീ ഒരു ന്യൂറോ സർജൻ ആവ്, നല്ല സ്കോപ്പാണ്, നീ അതായിക്കോ, നീ ഒരു ഡോക്ടറാവ്, നിന്നൊരു വൈറ്റ് കോട്ടിൽ കാണണം, സ്റ്റെതസ്കോപ്പിൽ കാണണം എന്നൊക്കെ. അപ്പോൾ അവക്കും കൂടി അവളുടെയും കൂടെ ഒരു ആഗ്രഹമാണ് ഞാൻ ഡോക്ടർ ആവണമെന്ന്. അപ്പോൾ അവളെ കാണിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ അവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കുറേ സ്റ്റുഡൻസ് വൈറ്റ് കോട്ടിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് +2 വരെ സത്യം പറയാലോ ഡോക്ടർ ആവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. +2 കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സാണ് ഇങ്ങനെ പറയുന്നത് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഞാൻ ഈ എൻട്രൻസ് ഫീൽഡിലോട്ട് എത്തുന്നത്. കഴിഞ്ഞ തവണ എൻ്റെ നീറ്റ് സ്കോർ എന്ന് പറയുന്നത് 645 ആയിരുന്നു. ജസ്റ്റ് മിസ്സാണോ എന്ന് ചോദിച്ചാൽ അതെ, ഒരു 30,000 സംതിങ് റാങ്ക് ആയിരുന്നു എനിക്ക്. ആ ടൈമിൽ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. കാര്യം ഞാൻ കഴിഞ്ഞ വർഷം നല്ല ഹാർഡ് വർക്ക് ഇട്ടിരുന്നു. എന്നിട്ട് എനിക്ക് ആദ്യം 650 സ്കോർ വന്ന് പിന്നെ 5 മാർക്ക് റെഡ്യൂസ് ചെയ്തത് 645 ആയി. അതിന്ന് ഞാനിങ്ങോട്ട് വരുമ്പോൾ എന്നോട് ബിപിൻ സാറ് പറയുമായിരുന്നു കഴിഞ്ഞ വർഷത്തേലും നല്ലൊരു റാങ്ക് മേടിക്കണം. അനീസ് സാറ് ഇടയ്ക്ക് പറയും ഇത്തവണ നല്ല റാങ്ക് മേടിക്കണം. അങ്ങനെയൊക്കെ ഇവരുടെയൊക്കെയും സപ്പോർട്ട് കാരണമാണ് എനിക്കിന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഈ വെറ്റിനറി ഒക്കെ എടുത്ത് പോയാലോ എന്ന് വിചാരിച്ച ആളാണ്. വെറ്റിനറി ആണെങ്കിൽ അത് മൃഗങ്ങളല്ലേ എന്താപ്പോൾ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനായിട്ടാണ് എൻ്റെ പാരൻസിനുള്ളിലോട്ട് ഞാനൊരു ഡോക്ടറാവും, ഞാനൊരു വൈറ്റ് കോട്ടിട്ട് വരും എന്നൊക്കെ ഉള്ളൊരു ഡ്രീം കൊടുത്തത്. എന്നിട്ട് ഞാൻ തന്നെ പിന്നോട്ട് പോയാൽ അത് മോശമാവില്ലെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വർഷം കൂടി വന്നത്. സാറ് എനിക്കതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ ഈ വർഷം അങ്ങനെ വീണ്ടും വന്നു സാറിൻ്റെ ക്ലാസ്സിലോട്ട്. സാറ് തുടക്കം മുതലേ ഫുൾ സപ്പോർട്ടായിരുന്നു. സാർ എന്നോട് ഇങ്ങനെ പറയും നിൻ്റെ മാക്സിമം ഇടണം, എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ നിനക്കൊരു റിഗ്രറ്റ് വരാൻ പാടില്ല, കുറച്ചുകൂടെ നോക്കിയിരുന്നെങ്കിൽ ശരിയായാനെ, അങ്ങനെ തോന്നരുത്, നീ നിൻ്റെ മാക്സിമം ഇട്ടിട്ടുണ്ടെന്ന് നിനക്ക് തോന്നണം. അത് തന്നെയാണ് എനിക്ക് ഈ എക്സാം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ വിചാരിച്ചു. അത്ര ടഫായിരുന്നു. ഫിസിക്സ് ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ചിട്ട് പോലും എനിക്ക് കിളി പോയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു.
ഓപ്ഷൻ കണ്ട് കറക്കി കുത്താൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. എന്നാലും കുറച്ചൊക്കെ കറക്കി കുത്തി, അതിൽ കുറച്ചൊക്കെ ശരിയാവും ചെയ്തു. അത് ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഞങ്ങളുടെ സാറുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവസാനം കുറേ ബ്ലാങ്കായി കിടക്കുവാണെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ കറക്കി കുത്തണം. അതിലൊരു 2 ശരിയായ 8 മാർക്ക് കിട്ടുമല്ലോ. തെറ്റിപ്പോയ 1 മാർക്ക് കുറയും, അറ്റൻഡ് ചെയ്യുന്നതിലും 1 മാർക്ക് കുറയും, അത്രയല്ലേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ ഞാൻ എന്തേലൊക്കെ അറിയുന്നൊക്കെ കറക്കി കുത്തിയിട്ടുണ്ട്, പക്ഷെ കുറേ ബ്ലാങ്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. പിന്നെ എൻ്റെ പാരൻസ് ഞാൻ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ എന്നോട് മാർക്ക് എന്താ കുറഞ്ഞതെന്ന് ചോദിക്കും. അപ്പം ഞാൻ ഇങ്ങനെ പറയും. അപ്പോൾ അവർ എന്നാൽ അടുത്ത എക്സാമിൽ ശരിയാക്കാം, നല്ലപോലെ പഠിച്ചോ, ടെൻഷൻ ആവണ്ട, അവർക്കിങ്ങനെ എന്തായാലും കിട്ടിയേ പറ്റൂ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അങ്ങനെ ആയിരുന്നു KKPP. പിന്നെ എൻ്റെ എല്ലാവരും എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ ഫസ്റ്റ് നിന്ന പോലെയല്ല ഇപ്പോൾ നിൽക്കുന്നത്, കുറച്ചുകൂടെ കൂളാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെക്കൊണ്ടും പറ്റും. ഞാനൊരു ടോപ്പ് സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു, ആവറേജ്. എൻ്റെ സ്കൂളിനെ വെച്ച് നോക്കുമ്പോൾ ടോപ്പേഴ്സിൽ ഞാൻ വരും. ബട്ട് ബ്രില്യൻറ്റിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊന്നും അല്ലാന്ന്. ഇവിടെ കുറേ ടോപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരെ കൊണ്ടും പറ്റാവുന്നതാണ്. കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാവണം, എഫേർട്ട് ഇടണം, എല്ലാം ഒഴിവാക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം. എല്ലാം ഒഴിവാക്കണം എന്നല്ല, എനിക്ക് ഫോണിലൊക്കെ കളിച്ചാൽ കുറച്ച് നിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. കളിച്ചാൽ അങ്ങ് കളിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതൊരു ഡിസ്ട്രാക്ഷൻ ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഫോണൊക്കെ മാറ്റി ഒരു നോക്കിയ ഫോൺ കൊണ്ടാണ് ഞാൻ വന്നത്. ഞാനതിനെ എൻ്റെ ഐഫോൺ എന്ന് വിളിക്കും. ഞാൻ ഫോൺ എടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഐഫോൺ എടുക്കുമെന്ന് പറഞ്ഞാണ് പോവാറ്. അതുകൊണ്ടൊരു സോഷ്യൽ മീഡിയ എന്നൊക്കെ ഞാൻ ടോട്ടലി മാറി നിന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിലോട്ട് പഴയ പോലെ കയറാറില്ല. എനിക്കിപ്പോഴും എന്തോ ഇൻസ്റ്റ ഒരു അകലത്തിലാണ്, അതൊക്കെ ശരിയാക്കണം. പക്ഷെ സീരീസൊക്കെ ഞാൻ കാണാറുണ്ട്, അത്യാവശ്യം കണ്ടു തീർക്കാനുള്ളത് കണ്ടു തീർക്കുന്നത്. ഉമ്മാനോട് ചോദിച്ചാൽ അറിയാം, ഞാൻ ഉച്ചവരെ കിടന്നുറങ്ങാറാണ്. 10-11 മണിയാവും, ഉമ്മ വിളിച്ചാലേ എണീക്കൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഉമ്മ ചോദിക്കുമ്പോൾ പറയും എന്താണ് ഇങ്ങനെ ഉറങ്ങുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും, ഉമ്മ ഞാൻ അവിടെ 6 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് വരുന്നത്, ഒരു 10 മണിക്കൂർ ഉറങ്ങട്ടെ. അപ്പോൾ ഉമ്മ പറയും, നിന്നെ ഞാൻ ഇപ്പോൾ പിടിച്ചു വെച്ചില്ല, ഒന്ന് രാവിലെ എണീച്ച് ചായ കുടിക്കാൻ, പണി തീർക്കാനൊക്കെ. പക്ഷേ നിങ്ങൾ നന്നായിട്ട് ഉറക്കം കളഞ്ഞ് പഠിക്കണം എന്നൊന്നുമില്ല. അത്യാവശ്യം ഉറങ്ങിയിട്ട് റിലാക്സായി പഠിച്ചാൽ മതി. ഞാനും അത്യാവശ്യം ഉറങ്ങിയിട്ടാണ് പഠിച്ചത്, ഉറക്കം കളഞ്ഞിട്ടൊന്നുമില്ല. ബിബിൻ സാറിനറിയാം ഞാൻ ഉറക്കം കളയത്തില്ല. ബിബിൻ സാർ എപ്പോഴും പറയും ഉമ്മ ഉറക്കം കളഞ്ഞൊന്നും ചെയ്യത്തില്ല എന്നറിയാമെന്ന്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ പാരൻസിന് വേണ്ടി നിങ്ങളൊന്ന് നിങ്ങളുടെ പാരൻസിനെ പറ്റി ആലോചിച്ചാൽ മതി. എനിക്ക് കഴിഞ്ഞ വർഷം സെൽഫ് ഫിനാൻസിൽ കിട്ടിപ്പോവായിരുന്നു. എന്നോടും എൻ്റെ വാപ്പ പറഞ്ഞു, എന്നാൽ പിന്നെ സെൽഫായിട്ട് നോക്കിക്കോ, അങ്ങനെ പൊക്കോന്നൊക്കെ. അപ്പോഴും എൻ്റെ മനസ്സിലൊരു ഞാനിങ്ങനെ ചിന്തിക്കും, ഞാനിനി സെൽഫ് ഫിനാൻസിൽ പോയിട്ട് അപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചേനെ, വെറുതെ എന്തിനാ ഇവരുടെ കാശ് കളയുന്നത്, 1 വർഷം കൂടി ട്രൈ ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു ഗവൺമെൻറ് സീറ്റ് കിട്ടത്തില്ലേ, അങ്ങനെ ഒരു റിഗ്രറ്റ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും വന്നത്. കഴിഞ്ഞ വർഷത്തെ അതൊക്കെ ഞാൻ ഒരു 2-3 ക്വസ്റ്റ്യനൊക്കെ സ്റ്റിൽ എൻ്റെ മൈൻഡിലുണ്ട്. ആ ക്വസ്റ്റ്യൻ ശരിയായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം കയറിപ്പോയേനെ. ഈ വർഷം ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഈ ചാപ്റ്റർ അന്ന് നല്ലപോലെ പഠിച്ചിരുന്നെങ്കിൽ കയറിപ്പോയേനെ. പക്ഷേ ഇങ്ങനൊരു നല്ല റാങ്കിനായിരിക്കാം ആ റാങ്ക് എനിക്ക് കിട്ടിയത്. ആ സ്കോറിൽ എനിക്ക് ജസ്റ്റ് മിസ്സായത് ഇങ്ങനൊരു റാങ്ക് കിട്ടാനായിരിക്കാം. സോ എല്ലാവരോടും ഒന്നുകൂടെ താങ്ക്സ്. പിന്നെ നിങ്ങളോടും നന്നായിട്ട് പഠിക്കുക, പാരൻസിനെ പറ്റി ആലോചിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറാണ്. 1 വർഷം നിങ്ങൾ ഇതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെടണം. 1 വർഷം നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ചിലപ്പോൾ ഡിഗ്രിക്കോ വേറെ കോഴ്സിനൊക്കെ പോയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ അവർ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ചിന്തിക്കേണ്ട. അവർക്ക് വലിയൊരു പ്രൊഫഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, അതൊക്കെ അറിഞ്ഞിട്ടാവല്ലോ നിങ്ങൾ വന്നത്. അതൊരു പ്രൗഡ് മൊമെൻ്റാണ്. എൻ്റെ ഫാമിലിയിൽ ഒരു ഡോക്ടേഴ്സും ഇല്ല, ഞാനായിരിക്കും മേ ബി ആദ്യത്തെ ഡോക്ടർ. എൻ്റെ നാട്ടിലും അങ്ങനെ കോമൺ ആയിട്ട് ഞാൻ കാണുന്നില്ല. എൻ്റെ നാട്ടിലും അങ്ങനെ ഡോക്ടേഴ്സ് എന്ന് പറയാൻ ഇല്ലല്ലോ. ഇല്ല, ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് ഓർമ്മയൊന്നുമില്ല ഇനി. അപ്പോൾ
നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയിലെ ആദ്യ ഡോക്ടർ ആവാം, നാട്ടിലെ ആവാം. അപ്പോൾ എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട്. മാനേം താത്താനൊക്കെ ഞാൻ കരയിപ്പിച്ചു, സോറി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.